രാജ്യത്ത് ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം കടുക്കുന്നതിനിടെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മറികടക്കുന്നതിനായി ആയുധങ്ങൾ ക്രിപ്റ്റോ കറൻസി വഴി വിൽക്കാൻ നീക്കം നടത്തി ഇറാൻ. ഇറാന്റെ ഔദ്യോഗിക പ്രതിരോധ കയറ്റുമതി ഏജൻസിയായ മിൻഡെക്സ് ആണ് ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ ഡിജിറ്റൽ കറൻസികൾക്കും ബാർട്ടർ സംവിധാനത്തിന് പകരമായി വിദേശ രാജ്യങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്. ബാങ്ക് ഇടപാടുകൾക്കു പകരം ഡിജിറ്റൽ കറൻസികളോ പ്രാദേശിക കറൻസികളോ ഉപയോഗിച്ച് ആയുധം വാങ്ങാമെന്ന് മിൻഡെക്സിന്റെ പോർട്ടൽ വ്യക്തമാക്കുന്നു. അമേരിക്കൻ ഉപരോധ പട്ടികയിലുള്ള പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ ക്രിപ്റ്റോ നെറ്റ്വർക്കുകൾ വഴി ഇടപാടുകൾ നടത്തുന്നത് ഉപരോധങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകില്ലെന്നും വാങ്ങുന്നവർ നടപടി നേരിടേണ്ടി വരുമെന്നും അമേരിക്കൻ ട്രഷറി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം 5ാം ദിവസവും കനത്ത രീതിയിൽ തുടരുകയാണ്. സുരക്ഷാസേനയുടെ വെടിവെപ്പിൽ ഇതുവരെ 7 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏകാധിപത്യം അവസാനിപ്പിക്കണമെന്നും രാജഭരണം തിരികെ കൊണ്ടുവരണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. അതേസമയം 2022 പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തിയ ഇറാനിയൻ ഉദ്യോഗസ്ഥർക്കെതിരെ മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചുമത്തി അർജന്റീനയിൽ നിയമ നടപടികൾ ആരംഭിച്ചു. ഇതിനിടെയാണ് 1994 അർജന്റീന ബോംബ് സ്ഫോടന കേസിൽ പ്രതിയായ അഹമ്മദ് വാഹിദിയെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡറായി ഇറാൻ നിയമിച്ചത്. ഇദ്ദേഹത്തിനെതിരെ നേരത്തെ തന്നെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിനും ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിനും നേരെ വീണ്ടും ആക്രമണം നടത്തുമെന്ന് സൂചിപ്പിക്കുന്ന ഭീമൻ ബാനറുകൾ ടെഹ്റാനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുവാൻ ഇസ്രായേലിന് ഡൊണാൾഡ് ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണിത്. ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിന് സമാനമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് ബാനറുകളിലെ മുന്നറിയിപ്പ്.